എല്ലാവർക്കും നമസ്കാരം. മിസ്റ്റർ ആർട്ടുവിന്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ക്രിപ്റ്റോ അപ്ഡേറ്റിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മറ്റൊരു സ്കാം തന്നെയാണ്. മറ്റൊരു സ്കാം എന്ന് പറയുമ്പോൾ ക്രിപ്റ്റോ കറൻസിയുടെ പേരിൽ നടക്കുന്ന മറ്റൊരു സ്കാം. ഇതിൻ്റെ രണ്ടാമത്തെ വീഡിയോ. സോ ഈ സീരീസ് വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് അവർക്ക് പറ്റിയ സ്കാമുകളെ പറ്റിയിട്ട്. സോ അതൊക്കെ കേൾക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ട്രേഡിംഗ് എന്ന പേരിൽ നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് പേര് ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. സോ ഈ സീരീസ് നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. രണ്ട്, നിങ്ങൾ ഇതേപോലുള്ള അബദ്ധത്തിൽ ചെന്ന് പെടാതിരിക്കുക. സോ വീണ്ടും വീണ്ടും മലയാളികൾ തന്നെയാണ്. സോ ഞാൻ വിചാരിച്ചു അറ്റ്ലീസ്റ്റ് കുറച്ച് പേർക്കൊക്കെ ഈ പറയുന്ന ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കുമെന്ന്. സോ ഇത് ഈ പറയുന്ന മലയാളത്തിൽ ഈ എത്ര ക്രിപ്റ്റോ വ്ളോഗേഴ്സ് ഉണ്ടെങ്കിലും, എത്ര ക്രിപ്റ്റോ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ വെബ്3 ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടെങ്കിലും, ഇവരെല്ലാവരും ബിഗിനേഴ്സ് വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയാലും എത്ര വർഷം അത് ചെയ്താലും ഒരിക്കലും തീരത്തില്ല. കാരണം ഈ വീഴാൻ പോകുന്ന ആൾക്കാർ പോയി ചെന്ന് പെട്ടുകൊണ്ടേയിരിക്കും. പഠിക്കാനുള്ളവർ പഠിച്ചുകൊണ്ടേയിരിക്കും. സോ അത് തന്നെയാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത്. സോ നിങ്ങളുടെ കയ്യിലുള്ള പൈസയാണ്, മറ്റുള്ളവരുടെ കയ്യിലുള്ള പൈസയല്ല. നിങ്ങളുടെ കയ്യിലുള്ള പൈസ. സോ അത് ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ അതിൽ ഫസ്റ്റ് എക്സിറ്റും കൂടെ പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങുക. അതായത് ഓപ്പണായി കിടക്കുന്ന ഒരു വാതിൽ വഴി അങ്ങ് കയറും. പക്ഷേ നമുക്ക് എക്സിറ്റ് പ്ലാൻ ചെയ്യാതായിരിക്കും കയറുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനകത്ത് പെട്ടുപോവുകയും ചെയ്യും. സെയിം അവസ്ഥയാണ് ഇവിടെ നടക്കുന്നത്. സോ ഇത് എനിക്കൊരു ബ്രോ അയച്ചു തന്നതാണ്. സോ പുള്ളിയുടെ ഇതിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഇതാണ് ആ ഒരു വ്യക്തി ട്രേഡിങ്ങിന് യൂസ് ചെയ്ത ആപ്പ്. ഞാനൊരു കാര്യം പറയാം. ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസിയിലെ ക്രിപ്റ്റോ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഇൻ്റർഫേസ് വച്ച് വരുന്ന എല്ലാം ജെന്യൂൻ അല്ല. സോ ഇങ്ങനെ ആയിരിക്കും ആർക്ക് വേണമെങ്കിലും ഇന്നൊരു എക്സ്ചേഞ്ചോ ഒരു ടോക്കണോ ഒക്കെ ഉണ്ടാക്കാം. സോ അതിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കിടക്കാം. കാരണം വേറൊരു സ്കാമിൽ ഒരു പുതിയ ടോക്കൺ ഉണ്ടാക്കി കൊടുത്തൊരു സ്കാം ഞാൻ കണ്ടുപിടിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിടക്കാം. പക്ഷേ അതിന് മുമ്പേ ഇത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. സോ നിങ്ങൾ ചെയ്യാനുള്ള കാര്യം കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ പോയിട്ട് ആദ്യത്തെ ടോപ്പ് 10 എക്സ്ചേഞ്ചുകളിൽ നിങ്ങൾ ട്രേഡിങ് ചെയ്യാൻ ശ്രമിക്കുക. അതിന് താഴെയുള്ളത് വളരെ റിസ്ക്കാണ്. സോ അതിലോട്ട് പോവരുത്. സോ ഇതാണ് ഈ ഒരു ആപ്പ്. സോ ഈ ഒരു ആപ്പിൽ നിങ്ങൾക്ക് അസറ്റ് പേജ് കണ്ടോ? ഞാനിവിടെ ഒന്നും കയറുന്നില്ല. കാരണം എനിക്ക് ഇതിൽ അക്കൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ടാണ് എനിക്കിവിടെ ലോഗിൻ ചെയ്യാനും ഇതൊക്കെ കാണിക്കുന്നത്. സോ മാർക്കറ്റ് പോലും ഇവർ അനുവദിക്കുന്നില്ല. സോ നോർമൽ ഒരു ക്രിപ്റ്റോയുടെ എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ലോഗിൻ ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് അതിൻ്റെ മാർക്കറ്റിലൊക്കെ പോയിട്ട് ഏതൊക്കെ ടോക്കൺസ് ഉണ്ട്, ചാർട്ട് കാര്യങ്ങളെല്ലാം നോക്കാൻ പറ്റും. പക്ഷേ ഇവിടെ അതൊന്നുമില്ല. കാരണം ഇവിടെ ഏതിൽ ഞെക്കിയാലും ഒന്നും വരുന്നില്ല. സോ ആകെ കുറേ ടോക്കൺസിൻ്റെ പടവും ഉണ്ട്, അതിൻ്റെ റേറ്റും ഉണ്ട്. വേറെ ഒന്നും കൊടുത്തിട്ടില്ല. ബാക്കി എന്ത് നമ്മൾ ചെയ്യണമെങ്കിലും നമുക്കവിടെ ലോഗിൻ റിക്വയർഡ് ആണ്. സോ ഞാൻ അതിലോട്ട് പോകുന്നില്ല. സോ 18 ജനുവരിയിൽ പുള്ളിക്ക് പറ്റിയ ഒരു കാര്യമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. സോ നമ്മളെല്ലാവരും കേൾക്കുന്നുണ്ട് ആമസോണിൽ അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പിൽ അല്ലെങ്കിൽ ഗൂഗിളിൽ പരസ്യം കണ്ട് പൈസ മേടിക്കുക, അല്ലെങ്കിൽ നമ്മൾ കുറേ ടാസ്ക് ചെയ്ത് കൊടുത്ത് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുക, എങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഓൺലൈനിൽ കുറച്ച് ടാസ്ക് ചെയ്ത് കൊടുത്ത് നമുക്ക് നല്ല വരുമാനം കിട്ടുമെന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. പല ആഡ്സ് വരാറുണ്ട്, കുറേ യൂട്യൂബേഴ്സ് അതിനെ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. സോ നമ്മളിതെല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ എല്ലാം ഒളിഞ്ഞിരിക്കുന്ന സ്കാംസ് തന്നെയാണ്. ഇവരാരും ചുമ്മാ നമുക്ക് പൈസ തരത്തില്ല. അതായത് ഇവർ ചെയ്യുന്നത് ഞാൻ സിമ്പിളായിട്ട് ഒറ്റ വരി പറഞ്ഞുതരാം. നിങ്ങളെക്കൊണ്ട് ഏകദേശം ചിലപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ ഒരു 3 മാസം അല്ലെങ്കിൽ ഒരു 10, 100, 200 ടാസ്കുകൾ നിങ്ങളെക്കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് തരും. പക്ഷേ ആ പേയ്മെൻറ്റ് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല. അത് വിഡ്രോ ചെയ്യണമെങ്കിൽ അവർ പറയും കുറച്ച് രൂപ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ടാസ്കുകൾ ചെയ്യണമെന്ന്. സോ ഈ ഓൺലൈൻ ആഡ് കണ്ടും ടാസ്ക് കണ്ടും ഒന്നും നിങ്ങൾക്ക് ഒരു ഇതും കിട്ടാൻ പോണില്ല. 99% ഇല്ല. 1% മാത്രമാണ് നമ്മുടെ മാർക്കറ്റിൽ ജെന്യൂൻ ആയിട്ടുള്ളത്. അത് വളരെ റെയറാണ്. അത് നിങ്ങളെ തേടി എത്തുമെന്നൊന്നും എനിക്കറിയില്ല. സോ ഇവിടെ ഈ പുള്ളിക്ക് കണ്ടിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ടാസ്ക് എന്നാണ് പറയുന്നത്. അതായത് ഗൂഗിൾ മാപ്പിൽ റിവ്യൂ ചെയ്യുന്ന ഡേറ്റ ക്ലിക്ക് ചെയ്യുന്ന ടാസ്കും 5 സ്റ്റാർ റിവ്യൂവും കൊടുത്താൽ പൈസ കിട്ടുമെന്ന് പറഞ്ഞിട്ട് പുള്ളി അങ്ങോട്ട് പോയി. സോ ഗ്രൂപ്പ് ടാസ്ക് റൂൾസ്, അതായത് ഈച്ച് ടാസ്ക് ആസ് എ യുണീക്ക് നമ്പർ. വെൻ യു കംപ്ലീറ്റ് എ ടാസ്ക് സെൻഡ് എ സ്ക്രീൻഷോട്ട് വിത്ത് ടാസ്ക് നമ്പർ M1, M2, M3. ഇതൊക്കെ പറയുമ്പോൾ അയ്യോ വലിയ സംഭവമാണ്. അതായത് ഈ ടാസ്ക് കഴിയുമ്പോൾ ഇവർക്ക് കമ്മീഷനും പ്രോഫിറ്റും ഒക്കെ വരുമെന്ന് പറയുന്നുണ്ട്. ഗ്രൂപ്പിൽ ഓരോ ടാസ്കും, അതായത് ഓരോ പുതിയ ടാസ്കുകളും 10-20 മിനിറ്റിനകത്ത് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ആവുമെന്നും പറയുന്നു. ഡെയിലി ടാസ്കിൻ്റെ ഷെഡ്യൂൾ വരുന്നത് 9 AM തൊട്ട് വൈകുന്നേരം 7 മണി വരെയാണ്. 24 ടാസ്ക്കാണ് വരുന്നത്. ഗൂഗിൾ ടാസ്ക്, അതായത് 21 ഗൂഗിൾ ടാസ്ക്, 3 ബിസിനസ് ടാസ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഇത് എല്ലാം കറക്റ്റായിട്ട് അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള കാര്യം ഇതൊക്കെയാണ്. അതായത് ഈ ടാസ്ക് ചെയ്യണം, ടാസ്ക് എല്ലാം കറക്റ്റ്
ടൈമിൽ ചെയ്യണം. കമ്പനിയായിട്ട് എല്ലാ എഗ്രിമെന്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് പുള്ളിക്കിതാ ഇങ്ങനെയാണ് അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തത്. അതായത് ഞാൻ കുറച്ച് മുമ്പേ തുറന്ന് കാണിച്ച വെബ്സൈറ്റാണ് ഈ വെബ്സൈറ്റ്. ഏകദേശം ₹1000 INRൽ അവൈലബിൾ ആണ്. 11.89 USDT. ഇവർ ഈ USDT വയ്ക്കുന്നത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിപ്റ്റോ ആകുമ്പോൾ ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാം. അതിനുവേണ്ടിയാണ് ഇവർ ഈ USDT വയ്ക്കുന്നത്. സോ ഇത് വച്ചിട്ട് അതായത് ഈ ഒരു 11 USDT പുള്ളിക്ക് കിട്ടിയ പോലെ. അപ്പോൾ ₹1000 പുള്ളിക്ക് കിട്ടി. അപ്പം നമ്മുടെ ഏതായാലും നമുക്കൊരു ₹1000 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളത് എടുക്കാൻ ചെല്ലും. നമ്മളെന്ത് ചെയ്യും? നമുക്ക് എടുക്കാൻ ചെയ്യാം. അപ്പോൾ വിത്ഡ്രോ ചെയ്യാൻ പറ്റുമ്പോൾ അവർ അപ്പോഴായിരിക്കും ഡിമാൻഡ്സ് വയ്ക്കുന്നത്. സോ അവരങ്ങനെ ഡിമാൻഡ്സും കാര്യങ്ങളും വയ്ക്കാൻ തുടങ്ങി. പിന്നെ പുള്ളി ആ ഡിമാൻഡ്സിലൊന്നും ആദ്യമൊന്നും പുള്ളി നോ പറഞ്ഞു. എന്നിട്ട് വീണ്ടും ഈ പറയുന്ന ടാസ്കുകൾ ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ വീണ്ടും പൈസ കിട്ടി. വീണ്ടും പൈസ കിട്ടിയിട്ട് പുള്ളിയുടെ അടുത്ത് അടുത്ത പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് കമ്പനി ഒരു റീചാർജ് റെമ്യൂണറേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതായത് ₹1000 നിങ്ങൾ ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ടായിട്ട് ₹1200 കിട്ടും. 3000 ഇടാണെങ്കിൽ 3600, 5000-ന് 6000, 7000-ന് 8400, 15000-ന് 18000, 28000-ന് 33600, 50000-ന് 60000, 80000-ന് 96000. സോ ഇതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതും 10-15 മിനിറ്റ് കൊണ്ട് കിട്ടും. പിന്നെ നിങ്ങളുടെ ടാസ്കിൻ്റെ സാലറി കാര്യങ്ങൾ എല്ലാം കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഇത് അങ്ങ് തള്ളി അങ്ങ് മറിക്കുവാണ് ഇവരൊക്കെ. സോ ഈ പുള്ളി ചോദിച്ചു ഇത് ജെനുവിനാണോ ഇത്? അപ്പോൾ ആ വ്യക്തിയെ ജെനുവിനല്ല. അവൻ്റെ അടുത്തൊരു ജെനുവിനാണെന്ന് ചോദിച്ചാൽ പിന്നെ ജെനുവിനാണെന്നല്ലേ പറയുള്ളൂ. ജെനുവിനാണെന്ന് പറഞ്ഞു. എല്ലാം പറഞ്ഞിട്ട് ₹1000 പുള്ളി അവിടെ അയച്ചു കൊടുത്തു. സോ അതിനുശേഷം അവർ തന്നെ, അതായത് ഇത് ഒരാളല്ല മീൻസ് ഈ പുള്ളിയുടെ അടുത്ത് 2-3 പേരാണ് സംസാരിക്കുന്നത്. പക്ഷേ ബാക്ക് എൻഡിൽ ഇതെല്ലാം ഒരാൾ തന്നെ ആയിരിക്കും. ടെലിഗ്രാമല്ലേ, ആർക്ക് വേണമെങ്കിലും മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ഉണ്ടാകാം. ആ ഒറ്റ വ്യക്തി തന്നെ ആയിരിക്കും ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. എന്നിട്ട് പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ ഈ ഒരു ആപ്പിൽ കയറിയിട്ട് നിങ്ങളൊരു ട്രേഡ് എടുക്കാൻ. സോ ഇതെല്ലാം വിശ്വസിപ്പിക്കുന്ന രീതിയിലാണ്. അപ്പോൾ നമ്മളെപ്പോലെ പുതിയൊരാൾ എന്താ വിചാരിക്കുന്നത്? നമുക്ക് ട്രേഡിംഗ് പഠിപ്പിക്കാനായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് വരുന്നു എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും അവരതിൻ്റെ എല്ലാ ഇൻസ്ട്രക്ഷനും തരുന്നുണ്ട്. മാർക്കറ്റിൽ പോവുക, ബൈ 60S കൊടുക്കുക, എൻ്റർ പ്ലാൻഡ് വാല്യൂ 3000 കൊടുക്കുക, ഓർഡർ കൺഫർമേഷൻ കൊടുക്കുക. പുള്ളി എന്ത് ചെയ്തു? ഓർഡർ കൺഫർമേഷനും കാര്യങ്ങളും എല്ലാം കൊടുത്തു. ₹3000 പുള്ളി വാങ്ങിച്ചത്. അപ്പോൾ കൺഗ്രാജുലേഷൻ ഓൺ ഏണിംഗ് പ്രോഫിറ്റ് ഫ്രം ദിസ് ടാസ്ക്. നൗ ദ ജോയിൻ ടാസ്ക് ഓർഡർ ഈസ് ഒബ്റ്റെയിനിങ്, പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും പുതിയൊരു തട്ടിപ്പുമായിട്ട് പുള്ളിയുടെ അടുത്ത് തന്നെ കൊടുത്തു. ഒരു സ്പെഷ്യൽ ഒരു ബൗണ്ടി ഓർ ബോണസ് എന്ന് പറഞ്ഞ് പുള്ളിയുടെ അടുത്ത് തന്നെ അടുത്തൊരു ഇത് കൊടുത്തിരിക്കുകയാണ്. അതായത് ഫോർ എക്സാമ്പിൾ ഈ പറയുന്ന ₹10500 അവർ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 19,350 കൊടുക്കാതെ, അതായത് ഓൾറെഡി ₹3000 അവിടെ ഇട്ടു, അതിൽ ട്രേഡ് സ്റ്റാർട്ട് ചെയ്തു. ഈ ട്രേഡ് ഒന്നും സ്റ്റാർട്ടായി കാണത്തില്ല, ഫ്രണ്ട് എൻഡിൽ അങ്ങനെ കാണിക്കും, ബാക്ക് എൻഡിൽ പൈസ അവരെടുത്ത് കാണും. അവർ പറയുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും ഈ ഒരു എമൗണ്ട് എന്ന്. ഈ പുള്ളി എന്ത് ചെയ്തു? വീണ്ടും പുള്ളിയുടെ അടുത്ത് ചോദിച്ചു, ജെനുവിനാണോ? യെസ്, ജെനുവിനാണെന്ന് പറഞ്ഞു. വീണ്ടും കൊടുത്തു. പുള്ളി പറഞ്ഞു, എൻ്റെ അത്ര പൈസ ഒന്നുമില്ല, ഞാൻ ബാങ്ക്രപ്റ്റ് ആവും എന്ന് പറഞ്ഞിട്ട് പുള്ളി വീണ്ടും അവർ എമൗണ്ട് കൊടുത്തു. അതാണ് ഞാൻ ആലോചിക്കുന്നത്. യു വോണ്ട് ലൂസ് എ സിംഗിൾ റുപ്പി ഇഫ് യു ഫോളോ മീ. അതായത് ആദ്യത്തെ പൈസ പോലും കറക്റ്റായിട്ട് വന്നിട്ടില്ല, എന്നിട്ടാണ് ഇത് വീണ്ടും കൊടുക്കാൻ നിൽക്കുന്നത്. എന്നിട്ട് ഇവരൊരു മെസ്സേജ് അയച്ചിരിക്കുകയാണ്, കോയിൻ സ്വിച്ചിൻ്റെ അറ്റൻഷൻ എന്ന് പറഞ്ഞിട്ട്, ഫെയിൽ ടു ഒബ്റ്റെയിൻ ദ പേയ്മെൻറ്റ് കോഡ്, ഓർഡർ എറർ, ഡാറ്റ ഈസ് മെസ്സി, സിസ്റ്റം കനോട്ട് കണക്റ്റഡ് ആൻഡ് വേജസ് കനോട്ട് ബി പെയ്ഡ്, ദ എബോ എംപ്ലോയി ക്ലിക്ക്ഡ് ഡാറ്റ ഇൻകറക്റ്റ്ലി. ഇവിടെ ഒരു തെറ്റ് പറ്റിയെന്ന് പറഞ്ഞാൽ പുള്ളി ഇവർ പറഞ്ഞ പോലെ അല്ല ചെയ്തത്, ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാക്കി. അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരുത്തിയപ്പോൾ ഇവർ കോയിൻ സ്വിച്ചിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നു ഇങ്ങനെ. അതായത് ഒരു ട്രേഡ് എടുത്തു, അതായത് ഒരു ബൈ ഓർഡർ കൊടുക്കാൻ പറഞ്ഞപ്പോൾ പുള്ളി സെൽ ഓർഡർ കൊടുത്തു. അതിന് കോയിൻ സ്വിച്ച് മെസ്സേജ് അയച്ചിരിക്കുകയാണ്, നിങ്ങൾ എടുത്തത് ശരിയല്ല, അതുകൊണ്ട് നിങ്ങളെ ഫണ്ട് മൊത്തം ലൂസായെന്ന്. എന്ത് കോമഡിയാണെന്ന് ആലോചിക്കണം. പക്ഷേ ഇതൊക്കെ ഒരു ബിഗിനറായ അല്ലെങ്കിൽ പുതുതായിട്ട് ഒരാളാണ് കാണുന്നതെങ്കിൽ അവർ വിചാരിക്കും, കോയിൻ സ്വിച്ച്. കാരണം അവരത്ര രീതിയിൽ ഇവർ കളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കോയിൻ സ്വിച്ചിൻ്റെ അറ്റൻഷൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അടുത്തൊരു സർട്ടിഫിക്കറ്റ് ഇവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സർട്ടിഫിക്കറ്റ് ഒന്ന് പെട്ടെന്ന് ഒരാൾ കാണുമ്പോൾ അവർ വിചാരിക്കുന്നത് ഇത് ഒഫീഷ്യൽ ആയിരിക്കുമെന്ന് തന്നെ വിചാരിക്കും. പക്ഷേ ഇത് ഉടായിപ്പാണ്. കാരണം ഇത് കോയിൻ സ്വിച്ചിൻ്റെ ഹാൻഡ്ലിംഗ് ഓഫ് ഇല്ലീഗൽ ഓപ്പറേഷൻ, കോയിൻ സ്വിച്ച് എക്സ്ചേഞ്ച് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട്, കോയിൻ സ്വിച്ച് മെമ്പർ, ഡിയർ കോയിൻ സ്വിച്ച് മെമ്പർ,
അപ്പേ 28,800. അതായത് ആദ്യം എടുത്ത ആ ഒരു ഓർഡർ പുള്ളി ബൈ കൊടുക്കേണ്ടടുത്ത് സെല്ല് കൊടുത്തു. അതുകൊണ്ട് പുള്ളിയുടെ കംപ്ലീറ്റ് ഫണ്ട് പോവാതിരിക്കാൻ വീണ്ടും 28,000 കൊടുത്തിട്ട് വീണ്ടും 28,000 കൊടുത്തിട്ട് ചെയ്യാൻ പറയുന്നു. ആലോചിച്ച് നോക്കണം. ഒരു എക്സ്ചേഞ്ചോ ഒരു കാര്യമോ ഇങ്ങനെ നിങ്ങൾക്ക് മെയിലോ മെസ്സേജോ ഒന്നും അയക്കത്തില്ല. എന്ന് വെച്ചാൽ ഇങ്ങനെ വീണ്ടും 28,000 30,000 ഒക്കെ കൊടുത്തിട്ട് ചെയ്യാനായിട്ട്. സോ ഇതൊക്കെ വന്നപ്പോൾ പുള്ളി അങ്ങ് വിശ്വസിച്ചു. ഇത് ജനുവരി 18 ആണെന്ന് ആലോചിച്ച് നോക്കണം. ജസ്റ്റ് ഒരു 2 ആഴ്ച മുന്നേ നടന്ന സ്കാമാണ്. അല്ലാതെ ഒരുപാട് നാളുകൊണ്ട് നടന്ന സ്കാമൊന്നും അല്ല. പക്ഷേ ഇത് ഈ പറയുന്ന കോയിൻ സ്വിച്ചിന്റെ പേരിൽ ആർക്ക് വേണമെങ്കിലും ഇതൊക്കെ ഉണ്ടാക്കാം. ഇതൊന്നും എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യമേ അല്ല. ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചതിന് ശേഷം പുള്ളിക്ക് ഉള്ളിലൊരു കുറ്റബോധം തോന്നി. കാരണം പുള്ളിയായിട്ട് തെറ്റായിട്ട് എടുത്തല്ലോ. അതായത് പുള്ളി ആദ്യം പറഞ്ഞ പോലെ അല്ല, മറ്റേ ആള് ആദ്യം പറഞ്ഞ പോലെ അല്ല. 3000 അല്ലെങ്കിൽ ഈ പറയുന്ന 10,000 വച്ചിട്ട് ഞാന് കറക്റ്റായിട്ട് ബൈ ചെയ്തെങ്കിൽ പ്രോഫിറ്റ് കിട്ടുമായിരുന്നു. പക്ഷേ ഞാൻ സെല്ല് ചെയ്തോണ്ട് എൻ്റെ ഫണ്ട് ലൂസായി. കാരണം ഇതിൻ്റെയൊക്കെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അറിവില്ല. കാരണം ഇവർക്ക് ട്രേഡിംഗ് എന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പം ഇവര് വിചാരിക്കുന്ന ഒറ്റ ക്ലിക്കിൽ തന്നെ എല്ലാം പോവുമെന്നാണ്. സോ എന്നിട്ട് പുള്ളി വീണ്ടും 30,000 അവർക്ക് അയച്ചു കൊടുത്തു. എന്ത് സംഭവമാണ് ഇത് എങ്ങനെയാണ് ഈ ആൾക്കാർക്ക് ഇങ്ങനെ തോന്നുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം 1,50,000 അയച്ചു കൊടുത്തു, 2,50,000 അയച്ചു കൊടുത്തു, 50,000 അയച്ചു കൊടുത്തു, 3,00,000 അയച്ചു കൊടുത്തു. ഇങ്ങനെ ഒരു പല സ്റ്റെപ്പായിട്ടാണ് അയച്ചു കൊടുക്കുന്നത്. അല്ലാതെ ഒറ്റ ടൈം അല്ല അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു തവണ അയച്ചു കൊടുത്തിട്ട് ഇത് പേയ്മെന്റ് കിട്ടത്തില്ല, ഇത് പറ്റത്തില്ല എന്ന് പറയുകയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇവർ ഈ 3, 4 തവണയൊക്കെ അയച്ചു കൊടുക്കുന്നതെന്ന് എനിക്കും അറിയില്ല. എനിക്ക് തോന്നുന്നു ഗ്യാംബ്ലിംഗ് പോലെ അവരെ ഉള്ളിൽ തോന്നിക്കാണും. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇട്ട പൈസയെ പോയി ഇതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ തിരിച്ചെടുക്കാം. ഇത് മറ്റേ സിദ്ദിഖ് പറഞ്ഞ കണക്ക് എൻ്റെ 3 കോടി തിരിച്ചെടുക്കാനായിട്ട് ഞാൻ 5 കോടി മുടക്കും എന്ന് പറയുന്ന പോലെയാണ് ഇവരെല്ലാവരും ഇങ്ങനെ കൊടുക്കുന്നത്. ഇപ്പം എൻ്റെ ഒരു സ്റ്റാൻസിലിരുന്ന് ഞാൻ പറയുന്നതാണ്. ഈ വീഡിയോ കേൾക്കുമ്പോൾ വിഷമം വരും. ബട്ട് റിയാലിറ്റി അങ്ങനെയാണ്. കാരണം നിങ്ങളുടെ ആ ഒരു അപ്പോഴത്തെ ഒരു മൊമെന്റിൽ നിങ്ങൾ അയച്ചു കൊടുത്തത് പിന്നീട് ആലോചിക്കുമ്പോൾ ഇങ്ങനെ തോന്നത്തുള്ളൂ. കാരണം ഒരു ട്രസ്റ്റബിൾ അല്ലാത്ത, അല്ലെങ്കിൽ ഒരു വിഡ്രോവൽ കറക്റ്റായിട്ട് തരാത്ത, അല്ലെങ്കിൽ ഒരു സ്കാമറിന് ഇങ്ങനെ ഫണ്ട് അയച്ചു കൊടുക്കുന്നു വീണ്ടും വീണ്ടും. എന്നിട്ട് വീണ്ടും അയച്ചു കൊടുക്കുന്നു. വീണ്ടും പുള്ളി ലോസ് ആണ് എടുത്തത്. അതായത് പുള്ളി വീണ്ടും ലോസ് എടുത്തിട്ട് പുള്ളി അത് വിഡ്രോ ചെയ്യാൻ നോക്കി. ആദ്യം കിട്ടിയ 1000 രൂപ, പക്ഷേ അത് പുള്ളിക്ക് കൊടുത്തിട്ടില്ല. അവിടെയും വീണ്ടും ദുരന്തമായിരുന്നു. കാരണം ആഫ്റ്റർ കംപ്ലീഷൻ ദ സിസ്റ്റം വിൽ റാൻഡംലി മാച്ച് ദി തേർഡ് ലാഡർ ഓർഡർ വിത്ത് പ്രോഫിറ്റ് ഓഫ് 50%. അതായത് വീണ്ടും വീണ്ടും പൈസ ചോദിച്ചുകൊണ്ടിരിക്കുവാണ്. വീണ്ടും 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 ആദ്യമൊന്നുമല്ല, വീണ്ടും വീണ്ടും ഇവന്മാരിങ്ങനെ പൈസ ചോദിച്ചുകൊണ്ടിരിക്കുവാണ്. എന്നിട്ട് ഓരോരോ കള്ളത്തരങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. വിഡ്രോവൽ ബ്ലോക്ക് ചെയ്ത് വയ്ക്കുന്നു. കോയിൻ സ്വിച്ചിൻ്റെ ഭാഗത്തു നിന്ന് മെസ്സേജ് അയക്കുന്നു. കോയിൻ സ്വിച്ചിൻ്റെ അപ്ഡേറ്റ് VIP ചാനലിൽ ആക്ടിവേഷൻ ചെയ്യാനായിട്ട് വീണ്ടും പൈസ ചോദിക്കുന്നു. എന്നിട്ട് പുള്ളിയുടെ അക്കൗണ്ടിലേക്ക് ഏകദേശം 3,701 USDT ഇങ്ങനെ ഇട്ട് കൊടുത്തു. സോ ഈ ഒരു എമൗണ്ട് ഇട്ട് കൊടുത്തപ്പോൾ പുള്ളി, അതായത് 1000 രൂപ മറ്റേ ഡേറ്റ എൻട്രി ചെയ്തപ്പോൾ കിട്ടിയതുപോലെ പുള്ളിയുടെ അസറ്റിൽ 3,701 USDT വന്നു. അതായത് 3,11,000 USDT അവിടെ വന്നു. അപ്പോൾ 3 ലക്ഷം ഇതൊക്കെ നമ്മുടെ അസറ്റിൽ, നമ്മുടെ വാലറ്റിൽ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും 10,000 കൊടുത്താൽ എന്ത്, 20,000 കൊടുത്താൽ എന്ത്, 30,000 കൊടുത്താൽ എന്ത്, 3 ലക്ഷം കിട്ടാനല്ലേ. ഈ ഒരു ഇതാണ് അവർ മെയിനായിട്ട് മുതലെടുക്കുന്നത്. അങ്ങനെ പറയത്തക്ക ഒരുപാട് സ്ക്രീൻഷോട്ടുകൾ, ഒരുപാട് പ്രൂഫ് പുള്ളി കയ്യിൽ നിന്ന് ഇങ്ങനെ പൈസ അയച്ചുകൊണ്ട് കൊടുത്തോണ്ടേയിരുന്നു. എന്നിട്ട് ഒടുക്കം ലാസ്റ്റ് പറയുന്ന തട്ടിപ്പെന്ന് പറയുന്നത്, പുള്ളിക്ക് വിഡ്രോവൽ കിട്ടണമെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ക്രെഡിറ്റ് സ്കോർ ഏകദേശം 100 വേണം, അല്ലെങ്കിൽ 95 ക്രെഡിറ്റ് സ്കോർ വേണമെന്ന്. അതായത് ആദ്യം പുള്ളി ബൈയും സെല്ലും ചെയ്തില്ലേ, അപ്പോൾ അതിൽ മാറ്റി സെല്ല് ചെയ്തപ്പോൾ പുള്ളിയുടെ ക്രെഡിറ്റ് സ്കോർ കുറഞ്ഞു. എന്തൊക്കെയാണ് ഇവന്മാർ ഉണ്ടാക്കി വയ്ക്കുന്നത് നോക്കണം. അതാണ്ട് ഡിയർ കോയിൻ സ്വിച്ച് യൂസർ, നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കുറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ലെന്ന്. ഇത്രയൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ആ ഒരു വ്യക്തി ഭയങ്കര ജെന്യുവിനാണ്, നമുക്ക് കെയർ എടുക്കുന്നു, നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി തരാൻ വേണ്ടി നിൽക്കുന്നു. ഒരു പഴവും അല്ല. അവന്മാർ മാക്സിമം ഇതേപോലെ പൈസ ഉണ്ടാക്കണം. എന്ന് വെച്ചാൽ അവർ ഒരുപാട് പേരിലേക്ക് അവർ കെണി വെച്ച് കാത്തിരിക്കും. അതിൽ 1, 2 പേര് ചെന്ന് ചാടിക്കഴിഞ്ഞാൽ പിന്നെ മാക്സിമം അവരിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് അവരെ കയ്യിൽ നിന്ന് എത്ര രൂപ ഈടാക്കാൻ വേണ്ടി അവരിരിക്കും. അതിനുള്ള ബേസിക്സ് ഒക്കെ അവരിട്ട് തരും. അപ്പോൾ ആദ്യമേ ഈ ട്രേഡിങ്ങിനെ കുറിച്ച് ഒന്നും അറിഞ്ഞൂടാത്ത ആൾക്കാർ എന്താണ് വിചാരിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണ് ട്രേഡിംഗ് എന്ന്. സത്യം പറഞ്ഞാൽ ഇതൊന്നുമല്ല. റിയൽ ട്രേഡിങ്ങിൽ നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും മുടക്കിയ പൈസയുടെ 10% പോലും ലോസ് ആവത്തില്ല. റിയൽ ട്രേഡിങ് പഠിച്ച് ഡിസിപ്ലിനോടെ ചെയ്തു കഴിഞ്ഞാൽ. എവിടെ ആര് കേൾക്കാൻ, അതൊക്കെ വലിയ പണിയാണല്ലോ. ഇതാവുമ്പം
ഈസി ആയിട്ട് മറ്റൊരാൾ കുറേ സിഗ്നൽ തരുന്നു, കുറേ ഇത് ചെയ്യുന്നു. ആരോട് പറയാൻ? എന്തുമാത്രം സ്കാമാണ് നമ്മുടെ ഈ കേരളത്തിൽ നടക്കുന്നത്. അത് മെയിൻലി ട്രേഡിംഗ് ക്രിപ്റ്റോ ബേസ് ചെയ്ത്. ഇത് പക്കാ ക്രിപ്റ്റോ സ്കാം എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം ഇതിൽ ക്രിപ്റ്റോ ആയിട്ട് ഒരു ബന്ധവുമില്ല. ഇവർ ചുമ്മാ ക്രിപ്റ്റോ പോലെ ഒരു ആപ്പ് തട്ടിക്കൂട്ടി അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് തട്ടിക്കൂട്ടി വെച്ചിട്ട് ബാക്കി ഇവരെ കയ്യിൽ നിന്ന് പൈസ എല്ലാം വാങ്ങിച്ചിട്ട് കാണിക്കുന്ന വേല. പിന്നെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ദയവ് ചെയ്ത് ഇതേപോലെ ഡാറ്റ എൻട്രി, മാപ്പിൽ റിവ്യൂ ഇടൽ, ഈ പറയുന്ന ഗൂഗിളിൽ റിവ്യൂ കൊടുക്കൽ എന്നൊക്കെ പറഞ്ഞ് വരുന്ന ഉഡായിപ്പ് സ്കീമുകളിൽ പോകരുത്. പിന്നെ ടെലിഗ്രാം കേന്ദ്രീകരിച്ചാണ് ഇമ്മാതിരി ഉഡായിപ്പുകളെല്ലാം നടക്കുന്നത്. സോ ദയവ് ചെയ്ത് ടെലിഗ്രാമിൽ അൺനോൺ ആയിട്ട് ഒരാൾ മെസ്സേജ് അയച്ചാൽ ആ മെസ്സേജിന് നിങ്ങൾ റിപ്ലൈ കൊടുക്കണ്ട. ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ഫോർ എവരി വൺ എന്ന് കൊടുത്തങ്ങ് വിട്ട് കളയുക. നിങ്ങൾക്ക് പൈസ അത്രയ്ക്ക് കിടക്കുന്ന കളയാനുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഹാർഡ്വെയർ വാലറ്റ് വാങ്ങിച്ചിട്ട് ബിറ്റ്കോയിൻ വാങ്ങിച്ചിടുക. ഏറ്റവും സേഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അത് തന്നെയാണ്. ഒരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലും ഇടാൻ ഞാൻ പറയത്തില്ല. കാരണം നാളെ ഈ ഒരു എക്സ്ചേഞ്ച് പൂട്ടിപ്പോകോ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇന്ത്യയിലെ ഏറ്റവും കൊടികുത്തിയ എക്സ്ചേഞ്ച് ആണെന്ന് അവകാശപ്പെട്ട വസീറെക്സ് വരെ 2000 കോടി അടിച്ചുകൊണ്ട് ഒരു വഴിക്ക് പോയി. നിങ്ങൾ ഹാർഡ്വെയർ വാലറ്റ് വാങ്ങി അതിനകത്ത് ഇടാൻ ശ്രമിക്കുക. ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. പിന്നെ ട്രേഡിംഗ് ആണ് ലക്ഷ്യമെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യാം. ബൈനാൻസ്, ബൈബിറ്റ് ഇല്ല, ബൈബിറ്റ് ഇന്ത്യ വിട്ടുപോയി. OKX ഇന്ത്യ വിട്ടുപോയി. MEXC, പിന്നെ ബിറ്റ്ഗെറ്റ്, ബിറ്റ്മാർട്ട് ഇവരൊക്കെ എപ്പോൾ പോയില്ലെന്നൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ബൈനാൻസും കൂക്കോയിനും മാത്രമേ ഇന്ത്യയിൽ PMLA ആക്ടിൻ്റെ അണ്ടറിൽ അല്ലെങ്കിൽ FIUIൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. സോ ആ 2 എക്സ്ചേഞ്ചിലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോകാം. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സപ്പോർട്ടും നോക്കണ്ട. ഒരു കാര്യം സ്കാം ആയിട്ടുണ്ടെങ്കിൽ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. സോ അതുകൊണ്ട് ഒരിക്കലും സ്കാമിൽ പെടാതിരിക്കാൻ നിങ്ങൾ തന്നെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കുക. സോ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നു, ഡാറ്റ എൻട്രി, മാപ്പിൽ റിവ്യൂ ചെയ്യൽ, ഗൂഗിളിൽ പുതിയ ടാസ്ക് ചെയ്യൽ, കുറേ ആഡ് കണ്ടിട്ട് കുറേ പൈസ കിട്ടുമെന്ന് വരുന്നു. പിന്നെ കുറേ ഇൻഫ്ലുവൻസേഴ്സ്, കുറേ സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ്, അതായത് ഇൻസ്റ്റാഗ്രാം റീൽ ചെയ്യുന്നത്. നിങ്ങളൊരു ഇൻഫ്ലുവൻസറിനെ നോക്കുമ്പോൾ അവർ ഈ മറ്റേ കോസ്മെറ്റിക്സ്, കുറേ ഡ്രസ്സ്, കുറേ പാട്ടിന് ഡാൻസ് ചെയ്യുന്നു. സോ ഇവർ വന്നിട്ട് ട്രേഡിംഗ് പറയുമ്പോൾ ഒരിക്കലും നിങ്ങൾ അതിലേക്ക് ജോയിൻ ചെയ്യരുത്. കാരണം അവർക്ക് ട്രേഡിങ്ങിനെ പറ്റി ഒന്നും അറിയില്ല. ഇപ്പോൾ ഒരു ഫിനാൻസ് ചാനലാണ് അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് ആദ്യമേ പറയുന്ന ഒരു ചാനലാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ വീണ്ടും 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 അതിനെ അനലൈസ് ചെയ്തിട്ട് മാത്രം അതിലേക്കൊക്കെ ജോയിൻ ചെയ്യുക. വെറുതെ എനിക്കിഷ്ടപ്പെട്ട അല്ലെങ്കിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഇൻഫ്ലുവൻസർ പറഞ്ഞു എന്ന് കരുതി ഒറ്റ പ്ലാനിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിലും ഒരു ട്രേഡിങ്ങിലും ജോയിൻ ചെയ്യരുത്. ട്രേഡിങ് പഠിക്കുക തന്നെ വേണം. അത് പഠിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ. ഇപ്പം BA ഡിഗ്രി, BA എന്ന് പറയുന്ന ബാച്ചിലർ ഓഫ് ആർട്സ്, BA നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 3 വർഷം ഒരു കോളേജിൽ പഠിക്കണം. അല്ലെങ്കിൽ പ്രൈവറ്റ് ആണെങ്കിൽ പോലും നിങ്ങൾ പഠിക്കണം. എന്നാൽ മാത്രമേ ഗവൺമെൻറ് തരത്തുള്ളൂ. ഇത് വെറും 3 വർഷം പഠിച്ചാൽ പോരാ. BAക്ക് മിനിമം ക്വാളിഫിക്കേഷൻ +2 ആണ്. അപ്പോൾ അതിന് നിങ്ങൾ 15 വർഷം പഠിക്കണം. 15, 16 വർഷം. ഈ 1-ാം ക്ലാസ് മുതൽ 10, പിന്നെ 2 വർഷം. സോ അങ്ങനെ ടോട്ടൽ ഒരുപാട് ഒരു 15, 20 വർഷം നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്കൊരു ഡിഗ്രി കിട്ടുള്ളൂ. സോ അതേപോലെ ലോകത്തിലെ $1 ട്രില്യൺ എക്കണോമിയാണ് ഈ പറയുന്ന ട്രേഡിംഗ് എന്ന് പറയുന്നത്. സോ അത് നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുക തന്നെ വേണം. അല്ലാതെ ഈസി ആയിട്ട് കാണരുത്. വലിയ മേഖലയാണ്. ഈസി ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇതേപോലുള്ള പല സ്കാമറിൻ്റെ അടുത്തും പോകും. സോ എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ സലാം.